നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയിടെ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ പോസ്റ്ററാണ് കാന്താര എന്ന സിനിമയുടെ മലയാളം പോസ്റ്റർ. അപ്പോൾ ആ പോസ്റ്ററിൽ നാത്ത അങ്ങനെ വിട്ടിട്ട് അതായത് ഫുൾ തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ പല ആളുകളും അത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റുകൾ കണ്ടു. എന്നാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ENGLISH നടക്കുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളും ഒന്നിന് പുറകെ ഒന്നായി കൊണ്ടുവന്ന് വെച്ചാൽ ഇംഗ്ലീഷായി. എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ഉദാഹരണത്തിന് ഞാൻ പ്ര എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ പ ചന്ദ്രകല ര എന്നാണ് ഞാൻ പ്ര എന്ന് ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മളങ്ങനെ പ ചന്ദ്രകല ര എന്നടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ഒരു സാധനം ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ അതിന് ചില റൂൾസുകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അതിനെ കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കോഴി എന്നെഴുതുമ്പോൾ ക ഓ ഴി, അതായത് ക പിന്നെ ഓ പിന്നെ ഴി ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഓ എന്നുള്ളത് ഈ പീസിനടുത്ത് ലെഫ്റ്റ് സൈഡിലേക്കും ഈ ഇതിനടുത്ത് റൈറ്റ് സൈഡിലേക്കും ഇട്ടാലാണ് കോഴി എന്ന് നമുക്ക് ഇതുപോലെ വായിക്കാൻ പറ്റും. അതായത് എ എന്ന് പറയുന്ന ഈ സാധനത്തിന് ലെഫ്റ്റ് സൈഡിലേക്കും ദീർഘത്തിന് റൈറ്റ് സൈഡിലേക്കും ഇട്ടാൽ മാത്രമാണ് നമുക്കത് കോഴി എന്ന് പറഞ്ഞ് വായിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ഫോണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഈ റൂൾസ് എഴുതുന്നതിന് ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫോണ്ട് ഉണ്ടാക്കുമ്പോൾ വെറുതെ അക്ഷരങ്ങൾ വരച്ചാൽ മാത്രം പോരാ, ഓരോ ഇന്ന സാധനം വരുമ്പോൾ ഇന്നതിലേക്ക് പോകണം, ഇന്ന സാധനങ്ങൾ കൂടി ചെല്ലുമ്പോൾ ഇന്നത് വരണം എന്നുള്ള കുറേ റൂൾസ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റിലുള്ള നൂപുരം എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഏരിയയിലാണ്. ഈ നൂപുരത്തെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനി ഞാൻ പ്രാധാന്യമാക്കാം. ഞാൻ അതിന് ചില സാധനങ്ങൾ ഓഫ് ചെയ്യാണ്. പ്രീ ബേസ് ഫോം ഞാൻ ഓഫ് ചെയ്ത സമയത്ത് പ്ര എന്നുള്ളത് ഇങ്ങനെ തന്നെ ആയിട്ട് മാറി, കണ്ടില്ലേ? ഇനി ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കാന്താര എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ടോ ഇങ്ങനെ വരിക. ഇനി ഷെട്ടി എന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇനി ഞാൻ ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഓൺ ചെയ്താൽ കണ്ടോ ശരിയായി. ഇപ്പോൾ ഈ അഖണ്ഡ് ലിഗേച്ചറിലാണ് ഈ പറഞ്ഞ ഇപ്പം ന് ചന്ദ്രകല ത എന്ന് പറയുമ്പോൾ എന്താ എന്നാണ് എന്നുള്ളത്. കാരണം നായും ചന്ദ്രകലയും തായാണ് അവിടെ അക്ഷരങ്ങൾ വരുന്നത്. പക്ഷേ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് രണ്ടുമല്ലാത്ത അല്ലെങ്കിൽ നായും ചന്ദ്രകലയും തായുമല്ലാത്ത വേറൊരു സാധനം എന്താ എന്ന് പറഞ്ഞ വേറൊരു സാധനത്തിനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചില റൂൾസുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിന് ഓപ്പൺ ടൈപ്പ് റൂൾ എന്ന് പറയുക. അത് ചില സോഫ്റ്റ്വെയറുകളിൽ ഹാഫ് ബസ് എന്നുള്ള ചില ലൈബ്രറികളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചില സോഫ്റ്റ്വെയറിൽ എന്തുണ്ടാവില്ല, ഈ ഒരു ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് സപ്പോർട്ട് ചെയ്യുന്ന റൂൾസ് ഉണ്ടാവില്ല, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അത് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഫോട്ടോഷോപ്പിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിസൈൻ അല്ലെങ്കിൽ അഡോബിൻ്റെ പ്രൊഡക്റ്റുകളിലാണെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. പിന്നീട് എന്ത് ചെയ്യണം, ഇൻഡിസൈൻ ആണെങ്കിൽ സെറ്റിങ്സിൽ ഇവിടെ അഡോബ് വേൾഡ് റെഡി, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി ചെയ്ത വീഡിയോ ഇൻഡിസൈനിലേക്ക് മലയാളം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കണ്ട പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് അഡോബ് വേൾഡ് റെഡി എന്നുള്ള ഫോർമാറ്റിലേക്ക് എടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് വരിക. ഫോട്ടോഷോപ്പിലാണെങ്കിൽ എഡിറ്റിൽ പ്രിഫറൻസിൽ ടൈപ്പിൽ പോയിട്ട് വേൾഡ് റെഡി ഫോർമാറ്റിലേക്ക് കൊടുത്താലാണ് കൃത്യമായിട്ട് വരിക. അപ്പോൾ ഈ കാന്താര പോസ്റ്റർ ഉണ്ടാക്കിയ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകിൽ മലയാളം വായിക്കാൻ അറിയാത്ത ആളായിരിക്കണം, ഈ പറയുന്ന സോഫ്റ്റ്വെയറിൽ ആ സെറ്റിങ്സ് എനേബിൾ, അതായത് ഈ ഇത് ഇംഗ്ലീഷാണ് ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് പിന്നാലെ എഴുതി പോകുന്നത്. അതിന് പിന്നാലെ എഴുതി പോകുന്ന റൂൾ മാത്രമുള്ള സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ആ ഫീച്ചർ എനേബിൾ ചെയ്യാതെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓപ്പൺ ടൈപ്പ് എഞ്ചിനീയറിംഗ് എന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഈ ഒരു വിഷയം കണ്ടപ്പോൾ അത് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇനി മലയാളം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും മലയാളം ഫോണ്ടുകളെക്കുറിച്ചും മലയാളത്തിൻ്റെ ഫോൺ ട്രെൻഡുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സന്തോഷ് തൊട്ടികൾ സംസാരിക്കുന്ന ഒരു 1.5 മണിക്കൂറോളം ലെങ്ത്തുള്ള വീഡിയോ നമ്മുടെ ചാനൽ കിടക്കുന്ന ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ സമയമുള്ളവർ അത് കണ്ടാൽ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നൂപുരം എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ ഒരുപാട് ഫീച്ചറുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പുതിയ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.